നമസ്കാരം. ടു ഫാർമർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. അപ്പോൾ നമ്മുടെ മാവൻ തൈക്കും അതേപോലെ നമ്മുടെ മറ്റെല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും വളപ്രയോഗം ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് മണ്ണിൽ യാതൊരു രീതിയിലുള്ള വളങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കൊരു വളപ്രയോഗം ചെയ്യാനുള്ള സമയമാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മഴ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് വളം ചെയ്യാൻ പറ്റും. ഈ ഒരു മാവൻ തൈയുടെ ഇതിന് മുമ്പിട്ട് നമ്മൾ ഇതിന് വേനൽക്കാലത്ത് കൊടുത്ത കെയറും അതേപോലെ മഴക്കാലത്ത് കൊടുത്ത കെയറും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തത് മണ്ണെല്ലാം കൂന കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയിരുന്ന സമയത്ത് അതെല്ലാം തിരിച്ച് പോയിട്ടുണ്ട്. കൂന കൂട്ടിയ മണ്ണെല്ലാം പോയി സാധാ രീതിയിലോട്ടായിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ മണ്ണ് കൂന കൂട്ടുകയാണ്. എങ്ങനെയാണ് നമുക്ക് വളപ്രയോഗം ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ വരാം. അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് ഇപ്പം ഏകദേശം എൻ്റെ ഉയരത്തിൽ വളർന്നിട്ടുണ്ട്. ഒരു 6 അടി ഉയരത്തിൽ വളർന്നിട്ടുണ്ട്. 6 അടി ഉയരത്തിലല്ല, ഇതിലും ഉയരത്തിൽ വളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂൺ ചെയ്ത് വിട്ടയായിരുന്നു. അങ്ങനെ മാവിൻ്റെ എല്ലാ കൊമ്പുകളും വെട്ടിവിട്ട്, അപ്പോൾ അതിനകത്ത് നിന്ന് 3 കൊമ്പുകൾ വീതം നമ്മൾ നിർത്തും. ഇതിനകത്ത് അധികം കൊമ്പുകളുണ്ട്. ഇതിനകത്ത് നിന്ന് ആരോഗ്യമുള്ള 3 നമ്മൾ നിർത്തും. ഇതിനകത്ത് 3 കൊമ്പുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇതിനെ നമ്മൾ ഇതിൽ വളർന്നു വരുന്ന 3 കൊമ്പുകളെ വീതം നമ്മൾ വളരാനായിട്ട് അനുവദിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിന് വളപ്രയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ചെടിയുടെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെടിയിൽ നിന്ന് നമ്മൾ 1 അടി അകലത്തിൽ മണ്ണ് കിളച്ചതിന് ശേഷമായിരുന്നു വളം ഇടുന്നത്. ഇനി നമുക്കത് കുറച്ചും കൂടെ ഇത് കൂട്ടാം. ഒരു 1.5 അടി അകലത്തിൽ മണ്ണ്, ചുറ്റുമുള്ള മണ്ണ് നമുക്ക് ഇളക്കാം. ചുറ്റുമുള്ള മണ്ണ് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഒരു 6 ഇഞ്ച് താഴ്ചയിൽ നമ്മൾ കുഴി എടുത്തതിന് ശേഷം അതിന് വളം കൊടുക്കുന്നുണ്ട്. ചുറ്റും നമ്മൾ 6 ഇഞ്ച് താഴ്ചയിൽ നമ്മൾ വളം ഇടാൻ വേണ്ടിയിട്ട് കുഴി എടുക്കുന്നുണ്ട്. ഇതിന് ചുറ്റും കുഴിയെടുത്ത് ചാണകപ്പൊടിയാണ് വളമായിട്ട് ഇടുന്നത്. അതേപോലെ തന്നെ ഇതിന് നമ്മൾ NPK സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അതിന് വളം ചെയ്യേണ്ടത്. പിടിച്ചോ. അപ്പോൾ നമുക്ക് ഇതിനെ ചുറ്റും ഞാൻ അങ്ങ് മാറിയേ ദൂരോട്ട് മാറിക്കോളെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുഴി എടുക്കുന്ന സമയത്ത് മണ്ണ് അകത്തോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി മഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട്ടിലേക്ക് അധികം വെള്ളം കെട്ടി നിൽക്കാതെ നമുക്കൊരു കൂന കൂട്ടി ഇടാനായിട്ട് സാധിക്കും. മോളെ. ലിക്വിഡ് രൂപത്തിൽ നമുക്ക് വളം കൊടുക്കാം. അതായത് ചാണകം കലക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് NPK കൂടെ കൊടുക്കുന്നത് കൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചാണകം കലക്കി ഒഴിച്ചാലും മതിയാവും. അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചാണകം പൊടിപ്പിച്ച ചാണകമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെടിക്ക് വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കൊടുക്കുന്ന വളം ഇന്ന് തന്നെ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ല, ഈ ഇപ്പോൾ കൊടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 തൊട്ട് 10 ദിവസം എടുക്കും ചെടി അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ ചുറ്റും ഒരു വാടാമല്ലി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചെടിയാണെങ്കിൽ ഓണത്തിന് പൂ പറിക്കാം. മാറിക്കാം മോളെ. മാറിയെന്നോ. വലിയ കല്ലും ഒക്കെ നമുക്ക് തട്ടി മാറ്റാം. അപ്പോൾ ശരിക്കും ഈ ഒരു വളപ്രയോഗം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മാവ് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ്റെ അടുത്ത് അവിടെ നിന്നും എനിക്കിത് ഈ ഒരു അറിവ് കിട്ടിയത്. കാരണം ഇത് 6 ഇഞ്ച് ഡെപ്തിലും അതേപോലെ 1.5 അടി ചുറ്റളവിലും 1 വർഷം പ്രായമായ ചെടിക്ക് കൊടുക്കുന്ന വളപ്രയോഗമാണ്. അപ്പോൾ ഇനി ഇതിന് കൊണ്ടുവന്നിരിക്കുന്ന വളം ഞാൻ കാണിച്ചു തരാം. ഇതിന് ഇടാൻ പോകുന്ന ചാണകപ്പൊടി ഇത്രയും ചാണകപ്പൊടി സാധാരണ ഒരു 10 കിലോ ജൈവ വളമാണ് 1 വർഷം ചെടിക്ക് കൊടുക്കേണ്ടത്. അതിന് ചുറ്റും നന്നായിട്ട് ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഈ ചാണകപ്പൊടി നമുക്ക് മണ്ണിട്ട് മൂടി കൊടുക്കാം. മണ്ണെടുത്തതെന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് മണ്ണ് കെട്ടി അകത്തോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ശരിക്കും നമ്മളൊരു തടമെടുത്ത് ഒരു മാവിന് നല്ലൊരു സംരക്ഷണം നമ്മൾ കൊടുക്കുന്നത് NPK 19 എന്ന് പറയുന്ന വളമാണ് കൊടുക്കാൻ പോകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത് മൂന്നും ഒരേ അനുപാത ഒരു വളമാണ് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് 100% വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പോൾ ഈ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രാവിലെ സമയത്താണ് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെയുള്ള പഴവർഗ്ഗ ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷമാണ് ചെടികൾക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി 2 ഇല പ്രായമുള്ള ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ രാവിലെ സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന രീതിയിൽ ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിനകത്തുണ്ടാകുന്ന തളിരിലകൾ ഒന്നും കീടങ്ങളൊന്നും വെട്ടിയിടാതെ നന്നായിട്ട് നമുക്ക് കിട്ടും. കാരണം ആ ഒരു കാലാവസ്ഥയാണ്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജീവികളൊക്കെ വന്ന് നമ്മൾ ഈ ചെടിയിലുണ്ടാകുന്ന തളിരിലകൾ വെട്ടി വിടുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ടാവത്തില്ല. ഇനിയിപ്പം അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് പുതിയ തളിരിലകൾ വരുന്നുണ്ട്. ശരിക്കും നമുക്ക് സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു 1.5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കായ്ച്ച് കിട്ടും. അപ്പോൾ നമുക്ക് മാവിന് വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ പ്ലാവും തൈക്കും അതേപോലെ മറ്റ് എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും നമുക്ക് ഈ ഒരു വളപ്രയോഗം ചെയ്യാനായിട്ട് പറ്റും. ഈ NPK 19 എന്ന് പറയുന്ന വളം നമുക്ക് വളം കടകളിലും അതേപോലെ അഗ്രികൾച്ചറിൻ്റെ സ്റ്റോറുകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.